എടാ നിങ്ങൾ ഇപ്പോഴാണ് വരുന്നേ? ഒന്ന് പെട്ടെന്ന് വാ. ഇതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. പറയടി. വിഷ്ണു നിന്നെ ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കും, നീ എന്താ ഫോൺ എടുക്കാത്തെ? അല്ല ബൈക്കിലായിരുന്നു, എന്തോ പറ്റി? എന്നെ രാവിലെ ഓഫീസിലോട്ട് കൊണ്ടാക്കണേന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഞാൻ അതങ്ങ് വിട്ടുപോയി. എനിക്ക് നല്ലപോലെ വയറുവേദന എടുക്കുന്ന, എനിക്ക് ബസ്സിൽ കയറി പോകാൻ പറ്റത്തില്ല, നീ ഒന്ന് വാ. കുറച്ച് തിരക്കൊക്കെ വരാൻ പറ്റത്തില്ല. പോവാ. നീ ഒരു കാര്യം ചെയ്യും, ഒരു ഓട്ടോ വിളിച്ചങ്ങ് പോ. ഓട്ടോയില് പോവാനോ? ഇവിടുന്ന് അവിടെ വരെ എത്ര ദൂരം ഉണ്ടെന്ന് അറിയാവോ? കുഴപ്പമില്ല, ഞാൻ എങ്ങനെയും പോയിക്കോളാം. എന്നാ പിന്നെ എന്തെങ്കിലും ചെയ്. ഓഫീസിൽ പോവാതിരിക്കാനും പറ്റത്തില്ല. ഇനി ബസ് കിട്ടണമെങ്കിൽ അങ്ങനെ നടക്കാൻ വേണം. വൈകിട്ടേ ഞാൻ കൊണ്ടുവരുന്നു പോവേ. അവളെ കാണാനായിരിക്കും. അണ്ണാ ഞാനും വരുന്ന വൈകിട്ട്. അപ്പൊ പിന്നെ ഇവിടെ ആരാ നിക്കുന്നേ? അവൻ വരുന്നേ വരട്ടാ, പെട്ടെന്ന് ഓടിഞ്ഞു വരാം. രാവിലെ ചെല്ലാൻ പറ്റിയില്ല. ഡീ ഞാൻ പോവാ, ബസ് വരാറായി. ഞാൻ അങ്ങോട്ടാക്കാന്ന്. വേണ്ട, ഓഫീസിലെ ചേട്ടനെ സ്റ്റാൻഡിലോട്ട് ആക്കിക്കോളൂ. നീ വണ്ടി കയറി, ഞാൻ അങ്ങോട്ടാക്കാന്ന് പറഞ്ഞില്ലയോ? വേണ്ട. എന്തോ അഭി നിനക്ക് രാവിലെ വരാൻ പറ്റാഞ്ഞോണ്ടല്ലേ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാ വണ്ടിക്കത് പോവാം. അതില് 3 പേര് എങ്ങനെ പോവാനാ? ഞാൻ ആ ചേട്ടൻ്റെ കൂടെ പോയിക്കോളാം. അങ്ങനെ ചേട്ടൻ്റെ കൂടെ പോണ്ട. ഇത് 3 പേര് ഇരുന്ന് പോയിട്ട് ഇതുവരെ. എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കുക വിഷ്ണു, എനിക്ക് വയ്യ, ഞാൻ നടന്നല്ലോ പോയിക്കോളാം. വേണ്ട, വണ്ടി പോവാം. വീട് ഞാൻ വന്നോളാം. കേറ്. പറഞ്ഞാലും മനസ്സിലാവത്തില്ല, ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. നീ പോ. എന്താടാ ഹോസ്പിറ്റലിലോട്ട് വന്നേ? അകലെ വിളിച്ചടാ, അവർക്ക് എന്താ വയറ് തന്നെ എന്ന് പറഞ്ഞു. ഒന്ന് കണ്ടിട്ടോ. ആ എന്തൊരു വരവാനാരെ? എടാ പീരീഡ്സിന്റെയാ, ബ്ലീഡിങ്ങും കൂടുതലായിരുന്നു. അതെന്താ? കുറച്ച് ദിവസമായിട്ട് ഫുഡൊന്നും കറക്റ്റ് ആയിട്ട് കഴിക്കുന്നില്ലായിരുന്നു. ഡോക്ടർ എന്നെ വഴക്കും പറഞ്ഞ്. കണ്ണിനാണെങ്കിൽ ചെറിയ വിളർച്ചയുണ്ട്. നീ എന്നാ വാ, ഞാൻ അങ്ങോട്ടാക്കാം. ബൈക്കിലല്ലേ വന്നേ? ഞാൻ വരുന്നില്ലടാ. അതെന്താ? ഒന്നാതെ നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അത് നല്ല ഹൈറ്റില്ല, അതിനകത്ത് എങ്ങനെ കയറിയിരിക്കും? എടാ ഞാനൊരു ഓട്ടോയ്ക്കകത്ത് അങ്ങ് പൊക്കോളാം. അവളൊന്ന് ഭയങ്കര ആക്ടിങ് ആയിരുന്നു, പീരീഡ്സ് എന്ന് പറഞ്ഞു. ആക്ടിങ് അല്ലേ? ഇവിടെ നിൽക്കേ. എടാ നീ കൈ കാണിച്ചേ. നിനക്ക് വേദനിച്ചില്ലേ? ഇതിനെ 10 ഇരട്ടി വേദന. പലർക്കും പല രീതിയിലാന്നേ ഉള്ളൂ. ഇത് കറക്റ്റ് കണ്ടന്റ് ആണ്. ഇത് ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു. ഞാൻ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത്, കോളേജ് പഠിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഒരു ടീച്ചർ ഒരു കൊച്ചിൻ്റെ അടുത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട്. പീരിയഡ്സ് ആണെങ്കിൽ എന്ത് നമുക്ക് എല്ലാവർക്കും വരുന്നത് തന്നെ വീട്ടിൽ പോകാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് പലർക്കും പല വേദന ഉണ്ട്. പ്രത്യേകിച്ച് അതൊരു പെണ്ണുങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവേണ്ട കാര്യമാണ്. ഞാനത് ഇങ്ങനെ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു കണ്ടന്റ് കണ്ടപ്പോൾ റിയാക്ട് ചെയ്യുന്നത് വെച്ചാൽ. അതുകൊണ്ട് പീരിയഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ കണക്കാവണമെന്നില്ല. ചിലർക്ക് ചിലപ്പോൾ പെയിൻ കാണത്തില്ല, ചിലർക്ക് ചിലപ്പോൾ തലയിറങ്ങി വീഴും. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കണോള, അങ്ങനത്തെ ഒരു കേസുണ്ട്. പലർക്കും പല രീതിയാണ്. സോ അതുകൊണ്ട് ആരെയും ആ ഒരു സമയത്ത് ഇങ്ങനെ ഹേർട്ട് ചെയ്യാതിരിക്കുന്നത് ആണെങ്കിൽ ബെറ്റർ. ആക്ടിങ് എന്നും അതൊന്നും പറഞ്ഞ് നല്ലൊരു കണ്ടന്റ് അവർ ചെയ്തേക്കുന്ന എല്ലാവരും സമൂഹത്തിൽ തരേണ്ട നല്ലൊരു മോറൽ.